മക്കളായിട്ട് നമ്മളെ കുട്ടികൾ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ഒരു കൂട്ടായ്മ അതുപോലെ ഇങ്ങനത്തെ ഒരു മനസ്സും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മള് പട്ടണത്തിലെ പോലെയാണ് ഇപ്പോൾ അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നത്, അടുത്ത വീട്ടിലെ കുട്ടി ആരാ എന്നൊന്നും തിരിച്ചറിയുന്നില്ല. എന്ത് മൊബൈൽ എന്തുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും സഹായം ആര് തന്നെയാവും, നമ്മളെ തൊട്ടടുത്തുള്ള ആള് തന്നെയാവും. അപ്പൊ ഇവരൊക്കെ നമ്മളൊരു പരസ്പര ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ തന്നെ അവിടെ നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രദേശത്തുള്ളവര് നമ്മളെ സ്കൂളിൽ നിലനിർത്താൻ. അതേപോലെ അന്ന് 92 കുട്ടികൾ 2ാം ക്ലാസ്സിൽ മാത്രമാണ്. ഇന്നിവിടെ എത്ര കുട്ടികളേ ഉള്ളൂ? ഇന്ന് അത്ര കുട്ടികൾ മുഴുവൻ മൊത്തമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ABC ഡിവിഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഡിവിഷൻ ഉണ്ടായിട്ട് നമുക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൂട്ടി ഇട്ടിരുന്നത്. അപ്പൊ ഈ സ്കൂളിനെ നിങ്ങളെ കാലത്തിൽ ഒരു സ്കൂളാക്കി മാറ്റിയ ബാക്കി സൗകര്യങ്ങളിലെ സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരു സ്കൂളിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളാണ്. നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം. അങ്ങനെ നാട്ടിലെ എല്ലാവരും ഇവിടേക്ക് വരിക അല്ലെ, നാടിന്റെ ഒരു കേന്ദ്രമായി സ്കൂളിനെ മാറ്റുക. അപ്പൊ അതിനൊക്കെ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളെ ഈ കൂട്ടായ്മ അതിന് നല്ലൊരു അവസരം ഒരിക്കലാവാൻ മാറട്ടെ. കാരണം നിങ്ങൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ അധ്യാപകരെ ആദരിക്കുന്നതിനൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നാടിന്റെ സ്വത്താക്കി നിങ്ങളെ ഈ വിദ്യാലയത്തിനെ മാറ്റിയ അതിനുള്ള സ്ഥാപനം നിങ്ങളുടെ കൂട്ടായ്മയുടെ തുടർ പ്രവർത്തനങ്ങൾ. അതേപോലെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത് 1980-ലാണ്. ആ മാനവേദൻ സ്കൂളിൽ, ആ സ്കൂളിൽ ഞങ്ങള് കഴിഞ്ഞ വർഷമാണ് 38 വർഷങ്ങൾക്ക് ശേഷം